ഇന്ത്യക്ക് ഒരു ജാക്ക് പോട്ട് അടിച്ചിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ജാക്ക് പോട്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രകൃതി വാതക പെട്രോളിയം മന്ത്രിയായിട്ടുള്ള ഹർദീപ് സിംഗ് പുരി അദ്ദേഹം എക്സിൽ ഒരു ട്വീറ്റ് ചെയ്തിരുന്നു. ആ ട്വീറ്റിൽ അദ്ദേഹം പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, ആൻഡമാൻ കടലിൽ പ്രകൃതി വാതക ശേഖരം നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. ഇനി ആഗോള ഭൂരാഷ്ട്ര സമവാക്യങ്ങൾ ഇന്ത്യക്ക് അനുകൂലമായി എഴുതപ്പെടും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആൻഡമാൻ കടലിലെ വിജയപുരം അവിടെ വൻ പ്രകൃതി വാതക ശേഖരം കണ്ടെത്തിയതായിട്ടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത്. ഈ കണ്ടെത്തൽ ഒരു ഊർജ്ജ സ്രോതസ് എന്ന നിലയിൽ മാത്രമല്ല, ഇന്ത്യയുടെ ദീർഘകാല ഊർജ്ജ സ്വാതന്ത്ര്യത്തെ കൂടെ ശക്തിപ്പെടുത്തുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്കറിയാൻ സാധിക്കുന്നത്. ഈ ആൻഡമാൻ ദ്വീപുകളുടെ കിഴക്കൻ തീരത്ത് 17 കിലോമീറ്റർ അകലെയും സമുദ്രനിരപ്പിൽ നിന്ന് 295 മീറ്റർ താഴ്ചയിൽ ഈ കിണർ സ്ഥിതി ചെയ്യുന്നത്. 2650 മീറ്റർ കുഴിച്ചതിന് ശേഷമാണ് പ്രകൃതിവാതകം കണ്ടെത്തിയത്. മീഥൈൽ സമ്പുഷ്ടമായിട്ടുള്ള ഉറവിടമാണ് അവിടെ കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ കണ്ടെത്തിയതിൽ 87% മീഥൈലാണ്. ഇതിൻ്റെ വാണിജ്യവൽക്കരണം വിജയകരമാണെങ്കിൽ വ്യവസായം, വൈദ്യുതി ഉൽപ്പാദനം, ഗതാഗതം എന്നിവയ്ക്കായി ഇന്ത്യക്ക് കൂടുതൽ ശുദ്ധവും ആഭ്യന്തരവുമായിട്ടുള്ള ഊർജ്ജ ഓപ്ഷനുകൾ ലഭിക്കും എന്നുള്ളതാണ്. ഈ കണ്ടെത്തൽ ഇറക്കുമതി കുറയ്ക്കുക മാത്രമല്ല, കാർബൺ ഉത്പന്നം കുറയ്ക്കുന്നതിനുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കാനും സാധിക്കുമെന്നുള്ളത് വേറൊരു കാര്യം. അന്താരാഷ്ട്ര സഹകരണങ്ങളും നിക്ഷേപ സാധ്യതകളുമാണ് പിന്നെ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന സാമ്പത്തിക സാധ്യതകൾ എന്ന് പറയുന്നത്. പെട്രോബ്രാസ്, BP, ഷെൽ, എക്സോൺ മൊബൈൽ തുടങ്ങിയ ആഗോള ഊർജ്ജ ഭീമന്മാരുമായി സഹകരണം വർദ്ധിപ്പിക്കാൻ ഈ കണ്ടെത്തൽ ഇന്ത്യയെ അവസരം നൽകുമെന്നും അദ്ദേഹം പറയുന്നു. ഈ പങ്കാളിത്തം ഇന്ത്യക്ക് നൂതന സാങ്കേതിക വിദ്യ, മൂലധന നിക്ഷേപം, ഗവേഷണ വൈദഗ്ധ്യം എന്നിവ നൽകാൻ സഹായിക്കും. ഊർജ്ജ സ്വയം പര്യാപ്തത ഇന്ത്യക്ക് ഭൗമരാഷ്ട്ര സമ്മർദ്ദത്തിൽ നിന്ന് ആശ്വാസം നൽകും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ട്രംപിൻ്റെ താരിഫൊന്നും പിന്നെ ഇന്ത്യയെ ബാധിക്കാൻ പോകുന്നില്ല. തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ നമുക്ക് ജാക്ക്പോട്ട് അടിച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇതിൻ്റെ തൊട്ടടുത്താണ് മലാക്ക കടലിടുക്ക്. പോരാത്തതിന് ദ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് നിക്കോബാർ ഐലൻഡിൽ വരുന്നുണ്ട്. അതിൻ്റെ അടുത്താണ് ആൻഡമാൻ. അതുകൊണ്ട് തന്നെ വലിയൊരു തുറമുഖമടക്കം അവിടെ വരുന്നുള്ളത് കൊണ്ട് ഇനി ലോകത്തെ ഇന്ത്യ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താനുള്ള എല്ലാവിധ സാധ്യതകളും ഇതിലുണ്ട് എന്നുള്ളതും വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആഴക്കടൽ ദൗത്യത്തിന് പ്രധാനമായിട്ടും നിറം നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഡീപ് സീ മിഷനാണ്. അദ്ദേഹത്തിൻ്റെ ഡീപ് സീ മിഷൻ വഴിയാണ് ഇപ്പോൾ ആഴക്കടൽ പര്യവേഷണത്തിൽ നമ്മൾ ഈ വാതക ശേഖരം കണ്ടെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.